രചന മഹാദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മകൻ മരിച്ച് 3 മാസം തികയും മുന്നേ മരുമകളെ വീട്ടിൽ കൊണ്ടാക്കിയില്ല ആ വത്സല. ഇങ്ങനെയുണ്ടോ അമ്മായിമ്മമാര്? ഒന്നുമില്ലെങ്കിൽ മകൻ കിട്ടിയ പെണ്ണല്ലേ. ആ ചെക്കൻ്റെ ചിന്തയുടെ ചൂട് പോലും അറിയിട്ടില്ല. അതിനു മുന്നേ ബാധ്യത ഒഴിവാക്കാനാ ആ തള്ളക്ക് തിടുക്കം. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ഹോ, കൊല്ലം തികയവരെങ്കിലും കാത്തിരുന്നൂടെ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ? അടുത്തുള്ളവർ വാത്തോരാതെ കുറ്റം പറയുന്നത് തന്നെയാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും കേട്ടതായി ഭാവിക്കാതെ അവഗണിക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർക്ക് പറയാൻ 100 കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ ചെവി കൊടുക്കാൻ നിന്നാൽ അതിനെ സമയമുണ്ടാവും എന്നുള്ള നഗ്നസത്യം മുറുകെ പിടിച്ച് ആർക്കും ചെവി കൊടുക്കാതെ വത്സല തൻ്റെതായ ലോകത്തേക്ക് ഒതുങ്ങുമ്പോൾ മകനും മരുമകളും ഉള്ളിൽ വല്ലാത്തൊരു നോവായിരുന്നു. ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച് വീടും വെച്ച് കല്യാണം കഴിക്കുമ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം എത്തിപ്പിടിച്ചിട്ട് വിവാഹം കഴിക്കുമെന്നുള്ള വാശി. പക്ഷേ അപ്പോഴേക്കും വയസ്സ് 32 ആയിരുന്നു. എന്നേക്കാൾ 1-2 വയസ്സ്, അല്ലെങ്കിൽ എൻ്റെ വയസ്സുള്ള പയ്യനെ നോക്കിയാൽ മതി എന്ന് പറയുന്ന പെണ്ണുങ്ങളുള്ള ഈ കാലത്ത്, ഗൾഫുകാരാണെന്ന് കേട്ടാൽ പെണ്ണില്ലെന്ന് പറയാതെ പറയുന്ന ഈ കാലത്ത് 32കാരന് ഒരു പെണ്ണിനെ കിട്ടാൻ പ്രയാസം തന്നെയായിരുന്നു. സ്വന്തമായി സ്ഥലമുണ്ട്, വീടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും പ്രശ്നം പലർക്കും ജോലിയായിരുന്നു. അങ്ങനെ എല്ലാമായി പെണ്ണിട്ടാൻ നിന്നിട്ട് അവസാനം ഈ വരവിനും പെണ്ണിട്ടാതെ പോവേണ്ടി വരുമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ അമ്മാവൻ കൊണ്ടുവന്ന ഒരു ആലോചന എല്ലാം കൊണ്ടും ഒത്തത്. വയസ്സ് 28 പറഞ്ഞപ്പോൾ വത്സലയ്ക്ക് എന്തോ സംശയം. ഇത്രയും കാലമായിട്ട് എന്താ പെണ്ണ് നിന്നുപോയതെന്ന്. ആ കുട്ടിക്ക് ജാതകദോഷം ഉണ്ടായിരുന്നു. 27 വയസ്സ് കഴിഞ്ഞ് വിവാഹം നടത്താൻ പാടുള്ളൂ എന്ന്. ജീവിതമല്ലേ, പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും കാലം അവർ കാത്തിരുന്നു. വയസ്സ് 27 കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അവസ്ഥ തന്നെ ആ കൊച്ചിനും. വരുന്ന ആലോചന അധികവും ആ കൊച്ചിനേക്കാൾ വയസ്സ് കുറവായവരുടെ, അല്ലെങ്കിൽ അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തവ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ തോന്നി നമ്മുടെ മോനിത് ചിലപ്പോൾ ചേരുമെന്ന്. 4 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം മനസ്സിലേ, ഇനി ജാതകം നോക്കണം, പൊരുത്തമാണെന്നൊന്നും പറയരുത്. ശരിയായ പെട്ടെന്ന് നടത്താൻ നോക്കാം. ചെക്കൻ പോണിന് മുമ്പേ പെണ്ണിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് അന്വേഷിച്ചു. ആർക്കും ഒരു കുറ്റവും പറയാനില്ല. അമ്മാവൻ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് മറുത്തൊന്നും പറയാതെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു. പെണ്ണ് കാണലും വീട് കാണലും കല്യാണവും എല്ലാം ദ്രുതഗതിയിലായിരുന്നു. വന്നു കയറിയ മരുമോൾ സ്നേഹമുള്ളവൾ കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ വത്സല ഒരുപാട് സന്തോഷിച്ചു. 1.5 മാസം കഴിഞ്ഞ് മോൻ തിരികെ പോകുമ്പോൾ വത്സലയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എടാ മോനെ, ഇനി വന്നാൽ പിന്നെ നീ അങ്ങോട്ടൊന്നും പോണ്ട. നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കാം. ഈ പെണ്ണിനെ ഒറ്റക്കാക്കി അവിടെ പോയിട്ട് നിനക്ക് എന്ത് ജീവിത? ഇവൾക്കുണ്ടാവില്ലേ ഓരോ ആഗ്രഹങ്ങൾ? അതുകൊണ്ട് വേഗം ഇങ്ങ് പോന്നേക്കണം. ഇനി അമ്മ മാത്രമല്ല, ഒരു ഭാര്യ കൂടിയുണ്ട് നിന്നെ കാത്തിരിക്കാൻ. അമ്മയുടെ ആ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ഭാര്യയോടും അമ്മയോടും പോയി വരാമെന്ന് പറഞ്ഞു പോകുമ്പോൾ പ്രതീക്ഷിച്ചില്ല 1 മാസത്തിനുള്ളിൽ തന്നെ അവൻ തിരികെ വരുമെന്ന്. അടച്ചിട്ട പെട്ടിയിൽ അനക്കമില്ലാതെ. എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു. അതിനേക്കാൾ സങ്കടമായിരുന്നു അവൻ്റെ താലിയും പിടിച്ച് കരയുന്ന ഭാര്യ. കല്യാണം കഴിഞ്ഞ് മാസം 1 കൂടെ കഴിഞ്ഞുള്ളൂ. ആ പെണ്ണിൻ്റെ ഒരു വിധി പറഞ്ഞിട്ട് കാര്യമില്ല. ചില പെണ്ണുങ്ങൾ കാലെടുത്ത് വെച്ചാൽ അങ്ങനെയാ. പിന്നെ ചിലർ പറയുന്നത് കേട്ടു, ആ പെണ്ണിന് ജാതകത്തിൽ ദോഷമുണ്ടേ, ഭർത്താവ് വാഴില്ലെന്നൊക്കെ. ആർക്കറിയാം. എന്തായാലും പോവേണ്ടവർ പോയി. പലരും പല കഥകൾ മെനയുന്നതും പൊലിപ്പിക്കുന്നതും വത്സലയുടെ ചെവിയിലെത്തിയെങ്കിലും ആ ആകാശവാണി പെണ്ണുകൾ ചമച്ചുണ്ടാക്കിയ വാർത്തകൾ അപ്പാടെ അവരവഗണിച്ചു. മാസം 3 ആവുന്നു അവൻ പോയിട്ട്. അതുവരെ സ്നേഹത്തോടെ മാത്രം പെരുമാറിയുന്ന വത്സല അന്ന് വല്ലാതെ ദേഷ്യപ്പെട്ടത് അവളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. അവനോ പോയി, ഉള്ള വരുമാനവും നിലച്ചു. ഇനി പറമ്പിലുള്ള വരുമാനം വെച്ച് നിന്നെ കൂടി പോറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം. എനിക്ക് വയ്യ നിന്റെ ബാധ്യത കൂടി ഏറ്റെടുക്കാൻ. വത്സലയുടെ കണിശമായ വാക്കുകൾ കേട്ട് അവൾ അമ്പരുന്നു. ഇതുവരെ സ്നേഹത്തോടെ മാത്രം കണ്ട അമ്മയുടെ മറ്റൊരു മുഖമായിരുന്നു അവൾക്ക് മുന്നിൽ. അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞോളാം. ഏട്ടനുറങ്ങുന്ന ഈ മണ്ണ് വിട്ട് എന്നോട്. അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. ഒരപേക്ഷ പോലെ അമ്മക്ക് മുന്നിൽ കൈകൂപ്പുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിക്കും പോലെ ആയിരുന്നു അമ്മയുടെ കടുത്ത വാക്കുകൾ. ദേ കൊച്ചേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിന്നെ കൂടി ചുമക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മോനായിട്ടല്ലേ നിന്റെ ഏട്ടനായത്. അപ്പോൾ എനിക്കില്ലാത്ത സെൻറ്റിമെൻറ്റ്സ് ഒന്നും നിനക്കും വേണ്ട. അതല്ല, ഇനി ഇവിടെ കടിച്ചു നിൽക്കാനാണ് ഭാവെങ്കിൽ വത്സലേ, എൻ്റെ മോള് ശരിക്കും അറിയും. അതുകൊണ്ട് നാളെ നിന്റെ വീട്ടുകാരോട് വന്ന് കൊണ്ടുപോയിക്കോളാം. ഞാൻ വിളിച്ചു പറയാം. വെറുതെ കരഞ്ഞും പിഴിഞ്ഞ് എൻ്റെ BP കൂട്ടാതെ പെട്ടിയും കിടക്കെടുത്ത് നാളെ ഇറങ്ങിക്കോണം, കേട്ടല്ലോ? അതൊരു താക്കീതായിരുന്നു. പിറ്റേ ദിവസം ഒരുക്കി വെച്ച പെട്ടികളുമായി അച്ഛനോടൊപ്പം പോകാനിറങ്ങുമ്പോൾ ഹാളിൽ തൂക്കിയ കല്യാണ ഫോട്ടോ അവൾ കയ്യിലെടുത്തു. പിന്നെ പോട്ടെ അമ്മയെന്ന് പറഞ്ഞ് അച്ഛനൊപ്പം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വത്സല പറയുന്നുണ്ടായിരുന്നു, പോകുന്നതൊക്കെ കൊള്ളാം, ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് പോ, നിനക്കിനി അതിൻ്റെ ആവശ്യമില്ല. മനസ്സ് പിടക്കുന്ന ക്രൂരമായ വാക്കുകൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് അവൾ ആ ഫോട്ടോ തിരികെ വെച്ച് അമ്മയെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ആ പടിയിറങ്ങി എന്നേക്കുമായി. നാട്ടുകാർക്ക് പറയാൻ അതൊരു വലിയ വാർത്തയായിരുന്നു. 3 മാസം തികയും മുന്നേ മരുമകളെ പടിയിറക്കിയ അമ്മായിയമ്മ. പലരും ചിരിച്ചു, കുറ്റം പറഞ്ഞു. പക്ഷേ ഒന്നും കേട്ടതായി ഭാവിച്ചില്ല വത്സല. അല്ലെങ്കിൽ തന്നെ ഇവരെയൊക്കെ എന്തിന് ന്യായം പറഞ്ഞ് ബോധിപ്പിക്കണം?
തനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ചെയ്തത്. അന്ന് ആ പടിയിറങ്ങിയ മരുമകളെ കാണാൻ അമ്മാവൻ ചെന്നിരുന്നു. അവൾ ഒരുപാട് കരഞ്ഞു. അമ്മയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് പരാതി പറഞ്ഞു. അവൻ മരിച്ചിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ ഇരിക്കാറുന്നു വത്സലക്ക് എന്ന് അവളുടെ അച്ഛനും അനിഷ്ടത്തോടെ പറഞ്ഞു. എല്ലാം മൗനമായി കേട്ടിരുന്ന അമ്മാവൻ എഴുന്നേറ്റ് അവളുടെ അരികിലെത്തി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് മാത്രം പറഞ്ഞു, 3 മാസമാണെങ്കിലും അവളെപ്പോലെ ഒരു അമ്മയെ നിനക്ക് കിട്ടിയല്ലോ എന്ന് കരുതിയാൽ മതി. അവൻ പോയതിനു ശേഷം ഞാൻ മോളോട് സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? അതവൾ പറഞ്ഞിട്ടാ. പിന്നെ അമ്മാവൻ പറഞ്ഞെല്ലാം അവൾ കേട്ടത് അവിശ്വസനീയതയോടെ ആയിരുന്നു. അമ്മാവ, പോയവർ പോയി, ഇനിയിപ്പോൾ അവർ തിരിച്ചു വരില്ലല്ലോ. അവന് ദൈവം അത്രയേ ആയുസ് കൊടുത്തുള്ളൂ എന്ന് കരുതി ഞാൻ സഹിച്ചോളാം. പക്ഷേ അവൻ താലി കെട്ടിയൊരു പെണ്ണുണ്ട് ഇവിടെ. സ്വപ്നം കണ്ടു വന്ന ജീവിതം എവിടെ എത്താതെ പൊലിഞ്ഞു പോയവള്. അവൾ ഇനി ഇവിടെ നിർത്തിയുള്ള ജീവിതം കൂടി ഇല്ലാതാക്കണം. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, ഗർഭിണിയല്ല. അപ്പോൾ പിന്നെ പോയവരോർത്ത് ഇവിടെ ഒരു വിധവയായിട്ടുള്ള കാലം വെറുതെ കളയാതെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയ അവൾക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടും. ഇനിയും ഒരു വിവാഹം അവൾക്ക് സാധ്യമാണ്, നല്ലൊരു ജീവിതവും. അവളെപ്പോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ മോളോട് ഞാനിത് പറഞ്ഞ അവൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ മുഖം കറുപ്പിച്ച് വല്ലതും പറയേണ്ടി വരും അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി. പക്ഷെ അവളോട് മുഖം കറുപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയാ അവൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അമ്മാവൻ അവളോട് സംസാരിക്കണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പോയവരെ ഓർത്ത് ഇനിയുള്ള ജീവിതം വെറുതെ ഹോമിക്കരുതെന്ന് പറയണം. അവൾക്കൊരു ജീവിതം ഉണ്ടായി കണ്ടാലേ ഇപ്പം എനിക്കും സമാധാനമുള്ളൂ. അതുകൊണ്ട് അമ്മാവൻ അവളോടൊന്ന് സംസാരിക്കേ. അമ്മാവൻ്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു അവൾ. ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ അന്ന് അവൾ പറഞ്ഞിട്ടാ ഞാൻ മോളോട് സംസാരിച്ച്. മകനോ പോയി, നിന്റെ ജീവിതം കൂടി അവിടെ കിടന്ന് ഇല്ലാതാക്കാൻ അവൾക്ക് സാധിക്കില്ലായിരുന്നു. കാരണം അത്രയേറെ മോളെ അവൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ മോള് സമ്മതിച്ചില്ല. അവനുള്ള ആ മണ്ണ് വിട്ട് എവിടെയും പോയില്ലെന്ന് വാശി പിടിച്ചു. പക്ഷേ അതൊക്കെ വരും കാലം മോൾക്ക് പോലും ആ ഓർമ്മകൾ ബാധിതയാവുമെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ പറഞ്ഞിട്ടും കേൾക്കാത്ത മോൾക്ക് മുന്നിൽ അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. മനസ്സിൽ ഒത്തിരി കരഞ്ഞുകൊണ്ട്. മോളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക്. പക്ഷെ ആ സ്നേഹത്തിന് മുന്നിൽ മോളുടെ ജീവിതം അവിടെ നശിപ്പിച്ച് കളയാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് അമ്മാവന് ഒന്നേ പറയാനുള്ളൂ, മോള് വേറെ ഒരു കല്യാണത്തിന് സമ്മതിക്കണം. ജീവിതത്തിൽ ദൈവം പല പരീക്ഷണങ്ങളും നടത്തും, അതിലൊന്നായി കണ്ടാൽ മതി ഇതിനെ. മോളുടെ പുതിയ ജീവിതം ആഗ്രഹിക്കുന്ന ആ അമ്മയെ ഓർത്തിട്ടെങ്കിലും. ഇടക്കൊന്ന് ഇടറിയ വാക്കിൽ ഗദ്ഗതം മണപൊട്ടിയപ്പോൾ അമ്മാവൻ അവർ കാണാതിരിക്കാൻ യാത്ര പറഞ്ഞ് പതിയെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. വത്സല ഇത് എവിടെ പോയതാ? ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴായിരുന്നു വഴിയിൽ പശുവിനെ പുല്ല് തീറ്റിക്കുന്ന ദേവകി വായിലെ മുറുക്കാൻ തുപ്പിക്കൊണ്ട് ചോദിച്ചത്. ഓ, മോളുടെ കല്യാണത്തിന് പോയതാ ദേവകിയെ എന്നും പറഞ്ഞ് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി വലിഞ്ഞു നടക്കുമ്പോൾ ദേവകി ചിന്തിച്ചു, അവർക്ക് ഇത് ഏത് മോള്? ഉള്ളത് ഒറ്റ മോനായിരുന്നില്ലേ? അവരോട് മറുപടി നൽകി വീട്ടിലേക്ക് നടക്കുമ്പോൾ വത്സലയും സന്തോഷത്തോടെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു, അവളെനിക്ക് മരുമോളല്ലല്ലോ, എൻ്റെ മോള് തന്നെയല്ലേ.